സിനിയൊരു സംവരണ അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. MBBS അഡ്മിഷനിൽ ഭിന്നശേഷി സംവരണത്തിന് അർഹരായവരെ ഒഴിവാക്കുന്നതായി പരാതി. ഭിന്നശേഷിക്കാരാണെന്ന സ്ഥിരം സർട്ടിഫിക്കറ്റും കേന്ദ്ര സർക്കാരിന്റെ കാർഡും ഉൾപ്പെടെ ഉള്ളവരെയാണ് നീറ്റിന്റെയും അതുപോലെ തന്നെ കീമിന്റെയും മെഡിക്കൽ ബോർഡുകൾ ഒഴിവാക്കുന്നത്. ഭിന്നശേഷി സംവരണ സീറ്റുകൾ പിന്നീട് ജനറൽ സീറ്റുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. MBBSന് 5% സീറ്റ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്തതാണ്. കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആകെ 86 ഭിന്നശേഷി സംവരണ സീറ്റുകളാണുള്ളത്. റാങ്ക് ലിസ്റ്റിൽ വന്നതാകട്ടെ 64 കുട്ടികളും. നിലവിൽ തന്നെ ഭിന്നശേഷി സംവരണ സീറ്റിലേക്കുള്ള കുട്ടികളില്ല. ഇതിനിടയിലാണ് നീറ്റിന്റെയും കീമിന്റെയും മെഡിക്കൽ ബോർഡ് ഭിന്നശേഷി കുട്ടികളെ ഒഴിവാക്കുന്നത്. 40% മുതൽ ഭിന്നശേഷിയുള്ളവർക്കാണ് സംവരണം ലഭിക്കുക. കേന്ദ്ര സർക്കാരിന്റെ UDID കാർഡ്, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കുട്ടികളെയാണ് ഭിന്നശേഷിയുടെ ശതമാനം കുറവാണെന്ന് കാണിച്ച് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇതോടെ കുട്ടികളുടെ അവസരം നഷ്ടമാകുന്നു. പാരന്റ്സിനൊന്നും ഉള്ളിലേക്ക് വിടൂല, നമ്മളെ മാത്രം വിടുക. നമ്മളെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്നിട്ട് അവിടുന്ന് ഡോക്ടേഴ്സ് നമ്മളെ ജസ്റ്റ് നോക്കുന്ന കൂടെ ഇല്ല. നോക്കിയിട്ട് പറയാം നിനക്കൊരു കുഴപ്പമില്ലല്ലോ, നിന്റെ കൈയൊക്കെ നിവർത്താൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ഇത് എല്ലാവരുടെ ഒരു മോശമായിട്ട് രീതി സംസാരിക്കും. ഞങ്ങളോടൊരു കുട്ടിയുണ്ടായിരുന്നു, ആ കുട്ടീനോട് പറയാ നീ അഭിനയിക്കാണോ, നിനക്ക് ചെവി കേൾക്കാലോ, അങ്ങനെയൊക്കെ എല്ലാവരും. ഭിന്നശേഷി പെൻഷനും റെയിൽവേയുടെ പാസും അടക്കമുള്ളവരെയാണ് ഒഴിവാക്കുന്നത്. സ്ഥിരം മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റിനേക്കാൾ മൂല്യം താൽക്കാലിക മെഡിക്കൽ ബോർഡിന് നൽകുന്നത് അശാസ്ത്രീയമാണെന്ന് കാണിച്ച് ഭിന്നശേഷി കമ്മീഷന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരാതി നൽകി. ഇത് ഭിന്നശേഷിക്കാരുടെ മുഴുവൻ സീറ്റ് അവിടെ കടുക്കുക, ഇവർക്കൊക്കെ കൊടുത്താലും ഇനി അവിടെ ബാക്കിയാ. അപ്പൊ എന്താണ് ഇവരെ സീറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ സീറ്റ് ഇതിന്റെ ഡോക്ടർമാർ ഇതായിട്ട് ബന്ധപ്പെട്ട ആളുകളും പുറമേക്ക് വിൽക്കുന്നുണ്ടാവും. അത് ബന്ധപ്പെട്ട അധികാരികൾ, നമ്മുടെ സർക്കാർ, ഈ ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഞങ്ങൾ പരാതി മെയിൽ അയച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളുകൾ അത് കണ്ടെത്തണം, തീർച്ചയായും അർഹതപ്പെട്ട ആളുകളാണ്. കഴിഞ്ഞ വർഷവും ഭിന്നശേഷി സംവരണ സീറ്റുകൾ ജനറൽ സീറ്റുകളാക്കി മാറ്റിയിരുന്നു. ഭിന്നശേഷി സംവരണം അട്ടിമറിക്കുന്ന നിലപാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.